നമ്മുടെ ശൈത്യ കുറച്ച് ഉപദേശങ്ങൾ നമ്മുടെ ആദിലയ്ക്ക് കൊടുക്കുകയാണ്. ഉപദേശങ്ങളുടെ മെയിനായിട്ടുള്ള കാര്യം ആരെയും കണ്ണും അടച്ച് വിശ്വസിക്കരുത്. എല്ലാം കണ്ടും അറിഞ്ഞും വേണം ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്യാൻ. ഇവിടെയുള്ള കാര്യങ്ങളല്ല കേട്ടോ, ഈ എപ്പിസോഡിലെ കാര്യങ്ങളൊന്നും അല്ല ഞാൻ പറയുന്നത്. പുറത്ത് ചെന്നിട്ട് എല്ലാം ഒന്ന് നോക്കണം, എല്ലാവരുടെയും സ്വഭാവം നോക്കണം, എല്ലാവരും എന്താണ് പറയുന്നതെന്ന് കേൾക്കണം. അതിനൊക്കെ ശേഷം മാത്രമേ ഫ്രണ്ട്ഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാവുള്ളൂ. നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുവാണെങ്കിൽ മാത്രം അത് കീപ്പ് ചെയ്യുക, അല്ലെങ്കിൽ അതവിടെ ക്ലോസ് ചെയ്യണം. ആരെക്കുറിച്ചാണ് പറയുന്നതെന്ന് അറിയാമോ? നമ്മുടെ അനുമോളെക്കുറിച്ചാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ ശൈത്യ എന്താണ് കട്ടപ്പ കട്ടപ്പ എന്ന് വിളിക്കുന്നതെന്ന് വാതോരാതെ ശൈത്യ ഇന്ന് അനുമോളുടെ അടുത്ത് ചോദിച്ചു. അനുമോൾ അതിനൊരു ഉത്തരം കൊടുക്കാതെ മുങ്ങി. അപ്പം ഇത് കാണുമ്പോഴെങ്കിലും മനസ്സിലാക്കിക്കൂടെ ശൈത്യ എന്തിനാണ് കട്ടപ്പ എന്ന് വിളിക്കുന്നത്? അനുമോൾ അവിടെ ഉത്തരം കൊടുക്കാതെ പോയപ്പോൾ തന്നെ, അതായത് അനുമോൾക്ക് ദേഷ്യം വന്നിട്ടാണ് അനുമോൾ എണീറ്റ് പോയത്. അനുമോൾക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ ശൈത്യ എന്തൊക്കെയാണ് പറഞ്ഞത്? അനീഷേട്ടനെ അവൾ ഉപയോഗിക്കുമായിരുന്നു അവളുടെ ഗെയിമിന് വേണ്ടിയിട്ട്, അതുകൊണ്ടാണ് അനീഷേട്ടൻ ഇങ്ങനെ അവളുടെ അടുത്ത് ഇഷ്ടമാണെന്ന് പറഞ്ഞത്. അതേപോലെ അവൾക്ക് കടങ്ങളൊന്നും തന്നെ ഇല്ല, അവൾക്ക് PR ഉണ്ട്, ലക്ഷങ്ങൾ അവൾ കൊടുത്തിട്ടുണ്ട്, അവൾക്ക് ഇഷ്ടംപോലെ വസ്തുവകകളുണ്ട്, ഒരു പൈസ പോലും കൊടുക്കാതെയാണ് അവൾ വണ്ടി മേടിച്ചത്. അങ്ങനെ ശൈത്യയ്ക്ക് പറയാവുന്നതെല്ലാം അനുമോളെ പറഞ്ഞു. എന്നിട്ട് പിന്നെ അനുമോളുടെ അടുത്ത് ചെല്ലുക, എന്നെ കട്ടപ്പ എന്ന് വിളിച്ചതിൻ്റെ റീസൺ എന്താ? ഇവളെ കട്ടപ്പ എന്ന് വിളിച്ചത് അനുമോളല്ല, പുറത്തുള്ള ജനങ്ങളാണ്. അവൾക്ക് അതിൻ്റെ റീസൺ ആ വീഡിയോസും അല്ലെങ്കിൽ ബിഗ് ബോസും കണ്ടപ്പോൾ അവൾക്ക് മനസ്സിലായി കാണത്തില്ലേ? എന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇതേ പിന്നെയും വന്നിരുന്ന ആദിലയുടെ അടുത്ത് പറഞ്ഞു കൊടുക്കുകയാണ് അനുമോളെക്കുറിച്ച്. ഫ്രണ്ട്ഷിപ്പ് ചൂസ് ചെയ്യുമ്പോൾ സൂക്ഷിക്കണം, പുറത്തിറങ്ങിയിട്ട് നോക്കിയിട്ടൊക്കെ കോണ്ടാക്റ്റ് കീപ്പ് ചെയ്യാവുള്ളൂ. ഇവൾ എന്തിനാണ് ഇങ്ങനെ ആദിലയുടെ അടുത്ത് പറഞ്ഞു കൊടുക്കുന്നത്? ഇവൾ പറഞ്ഞിട്ടാണോ ആദിലയും അനുമോളും ഫ്രണ്ട്സ് ആയത്? അല്ലെങ്കിൽ ഇവൾ എപ്പോഴേ ഔട്ടായി പോയ ആളല്ലേ? ഇത്രയും നാൾ ഒരുമിച്ച് നിന്നത് ആദിലയും അനുമോളും അല്ലേ? അവർക്കറിയത്തില്ലേ അത് ഫ്രണ്ട്സ് ഒറിജിനലാണോ അല്ലയോ എന്നുള്ളതൊക്കെ? ഇവൾ പറഞ്ഞിട്ട് വേണോ ആദില ഇതറിയാൻ വേണ്ടി? എന്തായാലും ഈ തവണ ഭാഗ്യത്തിന് അനുമോൾക്കെതിരെ ആദില കളിച്ചിട്ടൊന്നുമില്ല, ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല. അത് അവളുടെ ഭാഗ്യം. എല്ലാ വട്ടവും സാധാരണ പിന്നീന്ന് കുത്താറാണ് പതിവ്, ആരെങ്കിലും കിട്ടുമ്പോൾ ആദില. എന്തായാലും ഇനിയിപ്പോൾ അത് പറയാനും പറ്റത്തില്ല, കാരണം ലാലേട്ടൻ്റെ മുൻപിൽ വെച്ച് ഹേർട്ടും കൊടുത്തു പോയി. ഇനിയിപ്പം ഈ ശൈത്യയുടെ അടുത്ത് എങ്ങനെയാണ് പറയുന്നത്? എന്തായാലും ആദിലയ്ക്കെങ്കിലും അറ്റ്ലീസ്റ്റ് മനസ്സിലായി കാണുമല്ലോ ഈ ശൈത്യയെ എന്തിനാണ് എല്ലാവരും ഈ കട്ടപ്പ എന്ന് വിളിക്കുന്നത്. കൂടെ നിൽക്കുന്ന ആരെങ്കിലും ഇതുവരെ ഇട്ടുകൊടുത്തോ, അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ ആരോടെങ്കിലും ചെന്ന് പറഞ്ഞ് കുറ്റം പറഞ്ഞിട്ട് എന്തെങ്കിലും ഒരു കാര്യം അനുമോൾ ഇവിടെ ചെയ്തിട്ടുണ്ടോ? സ്വന്തം ഫ്രണ്ട്സ് എന്ന് കരുതിയിരിക്കുന്ന ആൾക്കാരെ കൂടെ ചേർത്ത് നിർത്തുകയല്ലാതെ ആരെങ്കിലും മറ്റുള്ളവരുടെ മുൻപിൽ അനുമോൾ ഇട്ട് കൊടുത്തിട്ടുണ്ടോ? ഇവർ പറഞ്ഞ ഏതെങ്കിലും സീക്രട്സ് പുറത്ത് പറഞ്ഞിട്ടുണ്ടോ? ഇതൊന്നും ചെയ്യാത്ത അനുമോൾ എങ്ങനെയാണ് മോശക്കാരിയാവുന്നത്? ഇവൾ എന്തർത്ഥത്തിലാണ്? അനുമോൾ ശരി, അനുമോളുടെ വാക്കുകൾ പലപ്പോഴും പലരുടെയും മേൽ ഉപയോഗിച്ച രീതിയിൽ തെറ്റുകൾ വന്നിട്ടുണ്ട്, അനുമോളുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷേ ഫ്രണ്ട്സായിട്ട് അവൾ കൂടെ നിർത്തിയിട്ടുണ്ടെങ്കിൽ അവൾ ഒരിക്കലും ഒരു രീതിയിലും അവരെ ഇട്ട് കൊടുത്തിട്ടില്ല. ആരെയും കുറ്റം അവൾ പറഞ്ഞിട്ടില്ല. അവൾ ആരെങ്കിലും കുറ്റം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ ശത്രുതയിലുള്ള അല്ലെങ്കിൽ അവൾ വഴക്കിടുന്ന ആരുടെയെങ്കിലും കാര്യം മാത്രമേ അവൾ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ ഈ ശൈത്യ ഇവിടെ വന്ന് പിന്നെയും ഈ കട്ടപ്പ സ്വഭാവം പിന്നെയും ആൾക്കാരുടെ മുൻപിലിരുന്ന് കാണിച്ചിട്ട് അത് ആദിലയ്ക്ക് മനസ്സിലാക്കി കൊടുത്തിട്ട് പിന്നെയും ഞാൻ കട്ടപ്പയല്ല എന്ന് പറയുന്നതിൽ എന്താണ് അർത്ഥമുള്ളത്?